സ്വന്തം കാമുകി കുളിക്കുന്ന ഒളിഞ്ഞു നോക്കിയവനെ നാട്ടുകാർ പിടിക്കുമെന്നായപ്പോൾ തനിക്ക് ബാധ കൂടിയതാണെന്ന് അഭിനയിക്കുന്നു. സുലോചന എന്ന സ്ത്രീയുടെ ആത്മാവാണ് ഇവന്റെ ഉള്ളിൽ എന്ന് ഗ്രാമവാസികൾ വിശ്വസിച്ചു. നാട്ടിലെ പ്രശസ്തനായിരുന്ന രവി അണ്ണയെ ഇവൻ തല്ലിയതാണ് പ്രശ്നം വഷളാവുന്നത്. ബാധ ഒഴിപ്പിക്കാനായി കരുണാകർ ഗുരുജി എന്ന മന്ത്രവാദി ഗ്രാമത്തിലെത്തുന്നു. ആത്മാവിനെ പുറത്തിറക്കാൻ കയ്പുള്ള വെള്ളം കുടിപ്പിക്കുക, മുതുകിൽ കൊളുത്തുകുത്തി വേദനിപ്പിക്കുക, കനലിലിട്ട് ഉരുട്ടുക തുടങ്ങിയ 3 കഠിനമായ വഴികളാണ് അയാൾ നിർദ്ദേശിച്ചത്. വേദന ഭയന്ന അവൻ താൻ സുഖപ്പെട്ടതായി അഭിനയിക്കുന്നു. എന്നാൽ പിന്നീട് നാട്ടുകാർക്ക് അവന്റെ അടുത്തു പോവാൻ പേടിയായി. യാദൃശ്ചികമായ സംഭവങ്ങളാൽ ബാധ മാറിയിട്ടില്ലെന്ന് ഗ്രാമവാസികൾ വീണ്ടും വിശ്വസിക്കുന്നു. ബാധ പോവണമെങ്കിൽ ആത്മാവിന്റെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്ന് ഗുരുജി തട്ടിവിടുന്നു. ഏറ്റവും വലിയ പേടിത്തൊണ്ടൻ അയാളായിരുന്നു. അങ്ങനെ യഥാർത്ഥ സുലോചനയുടെ മകളായ ഭാനുവിനെ ഗ്രാമവാസികൾ കണ്ടെത്തുന്നു. ഭാനു അവനോട് വന്ന് അവളുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നു. ഭാനുവിന്റെ അമ്മാവൻ അവളെ ക്രൂരമായി ഉപദ്രവിക്കുകയും അവളുടെ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇതറിഞ്ഞ അവൻ ഭാനുവിനെ സഹായിക്കാൻ തീരുമാനിക്കുകയും വീണ്ടും ബാധയുള്ളതായി അഭിനയിച്ച് അമ്മാവനെ നേരിടുകയും അടിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ രവിയണ്ണനും അവനും ചേർന്ന് ഭാനുവിനെ രക്ഷിക്കുന്നു. ഭാനുവിന്റെ വിവാഹം നടക്കണമെന്നതാണ് ആത്മാവിന്റെ അവസാന ആഗ്രഹമെന്ന് ഗ്രാമവാസികൾ വിശ്വസിച്ചതോടെ രവി അണ്ണൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പി.